ഹരേ കൃഷ്ണ. ഈ വർഷത്തെ ജയ ഏകാദശി വരുന്നത് ഫെബ്രുവരി 8-ാം തീയതി, അതായത് സാറ്റർഡേ ആണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 7-ാം തീയതി ഫ്രൈഡേ വൈകിട്ട് 9:26 ഏകാദശി തിഥി അവസാനിക്കുന്നത് ഫെബ്രുവരി 8-ാം തീയതി സാറ്റർഡേ 8:15 PM അതുപോലെ തന്നെ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ജയ ഏകാദശി ദിനത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ മാധവ രൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ദിവസം ഉപവസിക്കുന്നത് വഴി ഒരാൾക്ക് പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. കൂടാതെ ഈ വ്രതം പൂർവികർക്ക് മോക്ഷം നൽകുന്നതിനും സഹായമാണ്. ഇതിനു പുറമെ മതപരമായ പാത പിന്തുടരാനും സന്തോഷകരമായ ജീവിതം നേടുവാനും ഭക്തരെ ഇത് പ്രചോദിപ്പിക്കുന്നു. ബ്രഹ്മഹത്യ പാപത്തിൽ നിന്നും മുക്തി നേടുന്നതിന് ഈ വ്രതം വളരെ ഫലപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും ഏകാദശി വ്രതം, ജയ ഏകാദശി വ്രതം എടുക്കണം. അപ്പോൾ ഏകാദശി വ്രതം എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏകാദശിയുടെ തലേന്ന് ഒരിക്കലും ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴമോ അരി ആഹാരം ഒഴികെയുള്ള ധാന്യങ്ങളോ കഴിക്കാവുന്നതാണ്. നിസ്സാർത്ഥമായ ഭക്തിയാണ് പ്രധാനം. എണ്ണ തേച്ചു കുളി, പകലുറക്കം ഇവ പാടുള്ളതല്ല. പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഏകാദശിയുടെ ദിവസം തുളസിയുടെ ചുവട്ടിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ: ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓർ ഭഗവത്ഗീത നിങ്ങൾക്ക് വായിക്കാം. പിന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാം, നാരായണീയം പാരായണം ചെയ്യാം. ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യുക. അപ്പോൾ പാരണ സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി 9-ാം തീയതി രാവിലെ സൺഡേ 7:03-നും 9:15-നും ഇടയ്ക്കാണ് പാരണ സമയം വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് തന്നെ പാരണ ചെയ്യാൻ മറക്കാതെ ഇരിക്കണം. അതുപോലെ തന്നെ പാരണ സമയത്ത് നിങ്ങൾ തുളസി തീർത്ഥം കുടിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അരിയാഹാരം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാരണയുടെ ദ്വാദശി സമയം അവസാനിക്കുന്നത് ഫെബ്രുവരി 9-ാം തീയതി വൈകിട്ട് 7:25 വരെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം തെറ്റാതെ തന്നെ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണം.